ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ കണ്ടാലോ. അതായത് ടിപ്പിക്കൽ അല്ലെങ്കിൽ നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. ഫുള്ള് വേണ്ട, പകുതി മതി. ഫുള്ള് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നെങ്ങും തീരത്തില്ല. കുറച്ച് എണീറ്റ ഫസ്റ്റ് നേരെ പല്ല് തേക്കണം. അതിനി എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് പല്ലേജിൽ എന്തോ പോലെ. പിന്നെ എണീറ്റത് ഈ പുതിയൊരു ശീലമാണ്. എണീറ്റ പാടെ കുറച്ച് ചൂടുവെള്ളം കുടിക്കുക. എന്തേ ബാ, എണീറ്റ് വാ. ബായോ അത് കരയാതെ വാന്നേ. ആ ബാ, അമ്മയൊക്കെ വാ, അമ്മയൊക്കെ വാന്നേ. ഉറക്കം എണീറ്റത് ഇവനെപ്പോഴും ഇങ്ങനെ കേട്ടോ. ചില പിള്ളേരിങ്ങനെ തന്നെയല്ലേ, അവരൊന്ന് ഉറക്കം എണീറ്റ് റെഡിയായി വരാൻ കുറേ സമയം എടുക്കും. മോള് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഇങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. പക്ഷേ ഇവൻ കുറച്ച് വില്ലനാകട്ടോ. ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കണേൽ നല്ല പണിയാണ്. ഇന്ന് ഖത്തറിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഓൺലൈനാണ് കേട്ടോ. എന്തോ മിനിസ്ട്രി എന്നുള്ള അറിയിപ്പാണ്. രാവിലെ തന്നെ ന്യൂട്ടലിയും ബ്രെഡും കഴിച്ചിട്ട് ചേച്ചി പോയി ഓൺലൈൻ ക്ലാസ്സിൽ കയറി. ഞങ്ങൾ പതിയെ സെറ്റായിട്ട് ഒരു മുട്ട ഓംലെറ്റും ഗോതമ്പ് ദോശയൊക്കെ കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതെനിക്കുള്ള മുട്ട ഓംലെറ്റാണ്. ദോശയും റെഡി, മുട്ട ഓംലെറ്റും റെഡി. ഇത് കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടി. അങ്ങനെ ചെറുക്കനുള്ള മുട്ട ഓംലെറ്റല്ല, മുട്ടയും അവൻ്റെ ദോശയും റെഡി. ഹൈ, അപ്പ തിന്നണ്ടേ? നോനോ, ആ ഒന്നുമില്ല, അപ്പ തിന്നണം. ചൂടില്ലല്ലോ, തിന്നെ. അപ്പ എടുത്ത് തിന്നേത്. ഇത് അമ്മ മുറിച്ച് വെച്ചല്ലോ, കഴിച്ചേ. ഓംലെറ്റ് വേണ്ടായിരുന്നു. മീൻകറിയുടെ ചാറെടുത്തപ്പോൾ നല്ല ടേസ്റ്റ്. മീൻകറിയും ഗോതമ്പ് ദോശയും നല്ല അടിപൊളി കോംബോ ആയിരുന്നു കേട്ടോ. വെറുതെ മുട്ട പൊരിച്ചു, മീൻകറി മാത്രം മതിയായിരുന്നു. ചേച്ചി പഠിത്തമൊക്കെ കഴിഞ്ഞ് ബ്രേക്കിലാണ് വന്നേക്കോ. ബ്രേക്ക്ഫാസ്റ്റ് ആരട്ടെ? എത്ര ദോശ വേണം? പോയി കഴിച്ചോ. അവിടെ ഇരുന്നാൽ മതി, TV കാണാൻ പോകണ്ട കേട്ടോ. പെട്ടെന്ന് കഴിക്കേ. നമുക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ കഴുകി വെക്കണം. ഞാൻ പാത്രം എല്ലാം കഴുകി വെച്ച് അപ്പോഴേക്കും ചേച്ചി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ. ചേച്ചിയാണെങ്കിൽ നൈസായിട്ട് പാത്രം അവിടെ ഇട്ടിട്ട് പോയി. വേസ്റ്റ് തട്ടി കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ, നെക്സ്റ്റ് ടൈം ഓക്കെ. തിന്ന പാത്രം കഴുകുന്നത് നല്ലതാ. ഇന്നലെ അലക്കിയിട്ട തുണിയൊക്കെ നമുക്ക് എടുക്കാനുള്ള ടൈമായി കേട്ടോ. അപ്പോൾ ഞാനും മോളും കൂടി പോയിട്ട് ആ തുണിയൊക്കെ എടുത്തിട്ട് വന്നു. ഇനി നമുക്ക് അലക്കാനിടണം. അത് കഴിഞ്ഞാൽ ഇനി വേറെയും പണികളുണ്ട്, ഇഷ്ടം പോലെ പണിയുണ്ട്. മടുത്ത് എന്തെന്നാണോ കുപ്പിന്ന് വന്ന ഭൂതത്തെ പോലെ വീണ്ടും വീണ്ടും പണി വന്നുകൊണ്ടിരിക്കും. എന്തേലും ആട്ടെ. അവൾ വീണ്ടും ക്ലാസ്സിൽ കയറി. ഞാനും മോനും TV ഒക്കെ കണ്ട് തുണിയൊക്കെ സൈഡിൽ കൂടി മടക്കിയിരിക്കുക. അവനാണെങ്കിൽ അത് വേണം ഇത് വേണം, ഓരോ കാർട്ടൂൺ കാണുമ്പോൾ ഓരോന്നാണ്. കുറച്ച് നേരം ഡയനോസറിനെ വെച്ച് കൊടുത്തു. രാവിലെ ഡയനോസറിനെ കണ്ട് പേടിച്ച ആൾ എന്തോ പെട്ടെന്ന് സൗണ്ട് കേട്ടിട്ടാ, അല്ലെങ്കിൽ ഇഷ്ടമാണ് അവനത് കണ്ടിരിക്കാൻ. പിന്നെ തുണി മടക്കിയത് എടുത്ത് വെക്കാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അവൻ സമ്മതിക്കൂലായിരുന്നു. TV കണ്ടുകൊണ്ടിരുന്നാലേ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടി ഒന്നും നടക്കില്ല. മീൻകറി ഉണ്ട്, പിന്നെ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചു.
പിന്നെ ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ട് കുറച്ച് മെഴുക്ക് പുരട്ടിയാക്കി. ബീറ്റ്റൂട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ പിള്ളേർക്ക് കൊടുക്കാമല്ലോ. മീനൊക്കെ എടുത്ത് വറുത്ത് കേട്ടോ ഇതിനിടയ്ക്ക്. പിന്നെ ഇനിയിപ്പോൾ അവൾ ക്ലാസ് കഴിഞ്ഞ് വരാനുള്ള ടൈമായി. 2 o'clock വരെയുള്ളൂ ഇന്ന് ക്ലാസ്. കുളിച്ചിട്ട് മമ്മ തിന്നണ്ടേ? കുളിച്ചിട്ട് മമ്മ തിന്നണ്ടേ? കയ്യിലിട്ടു വയറയിലൊക്കെ തേക്ക്. അതാണോ വയറ്? ആയി തിന്നരുത്. നോ നോ നോ. ഹൈ ചി 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 ചി. ഈ ഷേ നോ നോ. ആ മുണ്ട് പോയോ? പാട്ട് പോയോ? നോ. അക്ഷയ് അവിടെ മീന് വാങ്ങിച്ചിട്ടുണ്ട്, അമ്മ കാണിക്കാട്ടോ. ആ ചേട്ടാ കൊച്ചിനെ മീമി കാണിച്ചില്ലേ? അമ്മ കാണിക്കാവേ. പെട്ടെന്ന് തിന്ന്. ആ കാട്ട്. ഗുഡ് ബോയ്. ആ ഗുഡ് ബോയ്. താഴെ വീഴൂ. അവന് ചോറ് കൊടുത്ത് സെയിം പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് ചോറും മീൻകറിയൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ഊണും കഴിച്ചു കേട്ടോ. ഇനി തുണി അലക്കിയിട്ടത് കിടപ്പുണ്ടായിരുന്നല്ലോ, അത് വിരിച്ചിടണം. അതും കൂടി കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം. അത് കഴിയുമ്പോൾ അവനിൽ പോയിട്ടൊന്ന് ഉറക്കണം. ഞങ്ങൾ പതിയെ ഉറങ്ങാൻ കിടന്നു കേട്ടോ. രാവിലെ എണീറ്റുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഉറങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾ സോഫയിലും കിടന്നുറങ്ങിപ്പോയി. ചോറ് പോലും ഉണ്ടിട്ടില്ല ആൾ, അറിയോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടാവും. അതുവരെ മതി. ഇനി അങ്ങോട്ടേക്ക് എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരും. പിന്നെ ഞങ്ങൾ കോഫി കുടിക്കും, കുറച്ച് നേരം വർത്തമാനം പറയും. പിന്നെ ഇന്നൊരു മൂവി കാണണം. ഞങ്ങൾ ലോക മൂവി തിയേറ്ററിൽ പോയി കണ്ടപ്പം മോളെയും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, മോനെയും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഞാൻ സെപ്പറേറ്റും ഒറ്റയ്ക്കും ചേട്ടൻ സെപ്പറേറ്റ് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലാണ് പോയത്. കാരണം ഇവിടെ 15 ഇയേഴ്സിന് എബോ ഉള്ളവർക്ക് ആ മൂവി കാണാൻ തിയേറ്ററിൽ അലോ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ആ മൂവി നമ്മൾ TV-യിൽ വെച്ച് കൊടുക്കണം. അപ്പം വൈകിട്ടത്തെ പരിപാടി അത്രയൊക്കെ തന്നെ. പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.